നമസ്കാരം. നിത്യജ്യോതിഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെയും മുഹൂർത്ത വിഷയങ്ങളും പഞ്ചാംഗ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിദിന പരിപാടിയാണിത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 2025 മെയ് 30 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ കലിദിന സംഖ്യ 18,72,360. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 16 തീയതി, ശകവർഷം 1947 ജ്യേഷ്ഠം 9 തീയതി, തമിഴ് മാസം വൈകാശി 16. ഇന്നത്തെ നക്ഷത്രം പുണർദം. ഇന്നത്തെ തിഥി ശുക്ലപക്ഷ ചതുർത്ഥി. ഇന്നത്തെ നിത്യയോഗം ഗണ്ഡ എന്നു പേരുള്ള നിത്യയോഗമാണ്. ഇപ്പോൾ നടക്കുന്ന ഞാറ്റുവേല രോഹിണി ഞാറ്റുവേലയാണ്. 3 ദിവസത്തോളമായി തുടങ്ങിയിട്ട് ഇനിയും ഒരു 10 ദിവസത്തോളം രോഹിണി ഞാറ്റുവേല ആയിരിക്കും. ഉത്തരായന കാലം, ഗ്രീഷ്മ ഋതു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ സൂര്യോദയ സമയത്തുള്ള കാലഹോരയുടെ അധിപൻ ശുക്രനായിരിക്കും. അതിനുശേഷം ഓരോ മണിക്കൂറും ഇടവിട്ട് കാലഹോരാധിപന്മാർ ക്രമമായിട്ട് മാറുന്നതാണ്. ഇന്നത്തെ രാഹുകാലം രാവിലെ 10:46 തൊട്ട് 12:19 വരെയാണ്. ഗുളികകാലം രാവിലെ 7:39 മുതൽ 9:12 വരെയാണ്. ഇന്നത്തെ രാഹുകാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തവുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അഭിജിത്ത് മുഹൂർത്തം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും രാഹുകാലം പരിഗണിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം നോക്കാം. രാവിലെ 11:55 മുതൽ 12:47 വരെയും, അതിനുശേഷം 12:21 മുതൽ 12:43 വരെയാണ്. ഇടയ്ക്കുള്ള 4 മിനിറ്റോളം മധ്യാഹ്ന വർജ്യമാണ്. ഇന്നത്തെ സൂര്യോദയം 6:06 അസ്തമയം വൈകുന്നേരം 6:33. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചികക്കൂറുകാർക്കാണ്. വൃശ്ചികൻ കൂറിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചന്ദ്രൻ 8ാമത്തെ രാശിയിൽ വരുന്നതുകൊണ്ട് ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അഷ്ടമരാശിയിൽ ചന്ദ്രൻ വരുന്നതിന് ശുഭകാര്യങ്ങൾ വർജ്യമാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും അനിഴവും കേട്ടയും ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഈ വൃശ്ചികക്കൂറിൽ വരുന്നവർ ഇന്നത്തെ ദിവസം നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മൾ തിഥികളെപ്പറ്റി പറയുമ്പോഴത്തേക്കും പൊതുവെ ശുഭകരമല്ലാത്ത ചില തിഥികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ചതുർത്ഥി, അഷ്ടമി, നവമി, ചതുർദശി, അമാവാസി. ഈ ഇത്രയും തിഥികൾ ശുഭകരമല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ തിഥികളുടെ സ്ഥിതി കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. ഇന്നത്തെ നിത്യജ്യോതിഷം പരിപാടിയിൽ നമ്മൾ പരാമർശിച്ചിട്ടുള്ളത് ഇന്നത്തെ പഞ്ചാംഗ വിഷയങ്ങളും മുഹൂർത്ത വിഷയങ്ങളും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുമാണ്. തീർച്ചയായിട്ടും ജ്യോതിഷ കാര്യങ്ങൾ നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.